ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ്മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗേസ്. അപ്പോൾ ഗേസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് BR റാങ്ക് പുഷ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു BR റാങ്ക് പുഷ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ദാണ്ടെ ഇറങ്ങി വന്ന് നേരെ ട്വിൻ ബ്രിഡ്ജിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് വേഗം ലൂട്ടടിക്കുക, കളി ബൂയി അടിക്കുക, അതൊക്കെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം. നമുക്ക് ബൂയി അടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം ഗൈസ്. അപ്പോൾ നേരെ ഇവിടെ ഇറങ്ങി വന്നിട്ട് നമ്മൾ ഈ ഒരു FF കോയിൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ്, ഈ ബണ്ടിലെടുത്തവരാണ് നിങ്ങൾ. ഈ ബണ്ടിലെടുത്തായിരുന്നു. എനിക്ക് ഈ മാജിക് ക്യൂബ് കിട്ടിയപ്പോൾ ഞാനെടുത്ത ബണ്ടിലാണ് ഗൈസ് ഇത്. എങ്ങനെയുണ്ട് നിങ്ങൾ ഈ ബണ്ടിൽ റേറ്റ്? ഓക്കെ, അപ്പോൾ അതാണ്ട് നമ്മളിതിന് മുകളിലോട്ട് പടച്ച് കയറുന്നുണ്ട്. ഇവിടുന്ന് UMP നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അവിടുന്ന് പരാഫാളും കൂടെ എടുക്കുന്നുണ്ട് ഗേസ് നമ്മൾ. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് എല്ലായിടത്തു നിന്ന് ലൂട്ട് ആദ്യം തന്നെ നമ്മൾ ഓക്കെ ഗേസ്, നമ്മുടെ ഗണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. P9 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ലൂട്ടെല്ലാം കളക്ട് ചെയ്ത് സെറ്റാക്കുക. അതിന് ശേഷം എനിമീനെ അടിക്കാൻ ചെല്ലുക. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ എനിമീനെ അടിക്കാൻ ചെല്ലിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരുവാണ്. അതായത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ആദ്യം തന്നെ പോയിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കരുത്. പലരും വിചാരിക്കും, ഈ സോളോ കളിക്കാൻ നേരത്തെ ഓട്ടോ റിയോ ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് പോയി പെട്ടെന്ന് എനിമീനെ അടിച്ചിട്ടിട്ട് പോകാമല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ടൈമിൽ നിങ്ങൾ ലൂട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചാവത്തുമില്ല, നിങ്ങൾക്ക് അതിനുള്ള ലൂട്ടും കിട്ടും. അതായത് മിക്ക പ്ലെയേഴ്സും ചെയ്യുന്നത് ആദ്യം തന്നെ ഇറങ്ങി പീക്കിലോട്ട് അങ്ങോട്ട് ചെല്ലും, എന്നിട്ട് എനിമിയുടെ അടി വാങ്ങിക്കും, ചാവും. പക്ഷെ അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല. നിങ്ങളൊരു പ്രോപ്പർ പുഷറായിട്ടാണ് കളിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സർവൈവ് ചെയ്ത് കളിക്കണം. അതാണ് ബാറ്റിൽ റോയൽ എന്ന് പറയുന്നതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരിത്. സർവൈവ് ചെയ്ത് ലാസ്റ്റ് വരെ നിൽക്കണം. ഈ ഒരു ഓട്ടോ റിവൈവിലൊക്കെ കഴിയുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ എലൈവൊക്കെ പയ്യെ കുറഞ്ഞു തുടങ്ങും. ആ ടൈമിൽ നിങ്ങൾ എനിമീസിനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പീക്കിലൊക്കെ പോയിട്ട് വരുന്ന എനിമീസ് നല്ല ലൂട്ടൊന്നും ഇല്ലാതെ വെസ്റ്റ് ലെവൽ 1 ലെവൽ 2 ഒക്കെ ആയിരിക്കും നിൽക്കുന്നത്. ആ ടൈമിനുള്ളിൽ നിങ്ങൾ ആഴ്സണൽ കീ അതേപോലെയുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് വല്ല എയർ ഡ്രോപ്പോ വല്ലതും ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലൂട്ടായിരിക്കും. അപ്പോൾ ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, ഇവിടെ VSK കിടക്കുന്നുണ്ട്, നമുക്ക് VSK ഒന്നും വേണ്ട. നമ്മൾ ഇതേപോലെ ലൂട്ടടിച്ച് പയ്യെ നമ്മൾ തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെയും P90, നമ്മുടെ ഡബിൾ P90യുടെ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ നിങ്ങൾ. പക്ഷെ നമ്മൾ ഡബിൾ P90 എടുക്കുന്നില്ല. ഓക്കെ, എനിക്കിപ്പോൾ ലെവൽ 1 വെസ്റ്റാണ്. എനിക്ക് വെസ്റ്റ് കിട്ടുന്നില്ല ഗൈസ്. ചില സമയത്ത് ഇങ്ങനെ ലൂട്ടടിക്കാൻ നേരത്ത് ഇങ്ങനത്തെ കുറേ ഇതൊക്കെ വരും, വെസ്റ്റ് കിട്ടില്ല. എന്തൊരു അവസ്ഥയാണത്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെയൊക്കെ വന്നിട്ട് വെസ്റ്റ് എല്ലാം നോക്കണം, ഇല്ലെങ്കിൽ പണി പാടും. ഓക്കെ, എനിക്കിവിടെ എവിടെയോ എനിമിയുടെ ഒരു ശബ്ദം കേൾക്കാം. അവൻ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ദാണ്ടേ പോന്നു. ഓക്കെ, 14-19 കൊണ്ടില്ലടാ ശരിക്കും. ഞാൻ മര്യാദക്ക് AC എടുത്തിട്ട് അടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ P90 അത്ര ലോങ് റേഞ്ച് ആയതുകൊണ്ടാണ് തോന്നുന്നു. അവൻ്റെ ഗ്ലൂ പൊട്ടിച്ചു. 76. എടാ ഞാൻ ദിമിത്രി ഇട്ടിട്ടുണ്ട്. തനിയെ പോകും. നോക്കി അതേമേ അവൻ ഗ്ലൂ ആൾ പൊട്ടിക്കല്ലേ. നമ്മൾ ഗ്ലൂ ആൾ ഇട്ടിട്ടുണ്ട്. ക്യാരക്ടർ സ്കില്ല്. നമ്മളെ എലിമിനേറ്റ് ആക്കിയടാ അവൻ. ഈ കളി ഇവനെ ഞാനിന്ന് കൊന്നില്ലെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൻ്റെ പേര് മാറ്റിക്കോ. വേണ്ട, എൻ്റെ പേര് മാറ്റിക്കോ. ഇവനെ ഞാൻ കൊന്നില്ലെങ്കിൽ നിങ്ങളെന്നെ മണ്ടാന്ന് വിളിച്ചോ. ഇവനെ ഇപ്പം ഞാൻ റിവെഞ്ച് എടുത്തില്ലേ, നിങ്ങളെന്നെ മണ്ടാന്ന് വിളിച്ചോ. കമോൺ. നമ്മൾ നേരെ ഇറങ്ങി വരുന്നുണ്ട്, ലൂട്ടടിക്കുന്നുണ്ട്. ദാണ്ടേ കയറി വരുന്നു. എൻ്റെ മോനെ, ഏതാ വിഷയം. ഇമോട്ടടിച്ച് വിടുന്നുണ്ട് കേട്ടോ നമ്മളവനെ. നമ്മളൊന്നും ചെയ്തില്ല, എങ്കിലും നമ്മുടെ റിവെഞ്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ നമ്മുടെ റിവെഞ്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. റിവെഞ്ച് കംപ്ലീറ്റഡ് ബ്രദർ. ഓറ ഓഫ് സ്പോർട്സ്മാൻ 80 ബ്രദർ. ഓറ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ആദ്യത്തെ കില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, തേടിയ വള്ളി കാലേ ചുറ്റി. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കില്ല് വെച്ചിട്ടാണെങ്കിലും മതി. നമ്മൾ കുറേ നേരം സർവൈവ് ചെയ്യുക, ബൂയി അടിക്കുക. ഓക്കെ ഗൈസ്, നമ്മളൊരു ഇൻഹേലറൊക്കെ അടിച്ച് കയറ്റുന്നുണ്ട്. ഒരു ഇൻഹേലറൊക്കെ ഇരിക്കട്ടെ, ഇനി ആവശ്യം വരും, എന്ത് ചെയ്യാനാ. ഓക്കെ, ഇവിടെ ഏതോ കാണുന്നുണ്ട്. P90 തന്നെ പിന്നെയും വരുന്നത്. നമുക്ക് ഡബിൾ P90 എടുത്ത് കളിച്ചാലോടാ. വേണ്ട, വെറുതെ എന്തിനാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ദാണ്ടേ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു FF ടോക്കൺ എടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ലൂട്ടെല്ലാം അടിച്ച് പയ്യെ പോയാൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോഴും നല്ല വെസ്റ്റൊന്നും കിട്ടിയില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ വോയിസ് ഓവർ നേരത്തെ റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ദാണ്ടേ അങ്ങോട്ട് പോകുന്നുണ്ട്.
ഏതാണ് ആ ഏരിയ? സിപ്പ് വേ അല്ലേ ഇത്? സിപ്പ് വേയിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. സ്ഥലത്തിൻ്റെ പേരൊന്നും കിട്ടുന്നില്ല. ഈയിടെയായിട്ട് നെക്സ്റ്ററയൊന്നും അങ്ങനെ വരാറില്ലടാ. കുറേ നാളുകൾക്ക് ശേഷമായിരുന്നു എനിക്ക് ഇങ്ങനെ സോളോ കളിക്കുമ്പോൾ നെക്സ്റ്ററ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് തകർത്താടി കളിക്കാമെന്ന് വിചാരിച്ചു. അത് നമ്മളെ പ്രോപ്പർ സർവൈവൽ പുഷിങ് കളിക്കാമെന്ന് വിചാരിക്കും. ഇനി നമ്മൾ അറ്റാക്ക് ചെയ്ത് കളിക്കണ ഗെയിം പ്ലേസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അറ്റാക്ക് ചെയ്ത് എങ്ങനെ ബൂയ ചെയ്യാം അങ്ങനെയുള്ളൊരു ടൈപ്പ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ലെവൽ 3 വെസ്റ്റ് ദാണ്ടെ അവിടെ കിടക്കുന്നു. ഞാൻ വെസ്റ്റ് മേടിക്കാനായിട്ട് ഈ വെൻഡിങ് മെഷീനിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. ദാണ്ടെ ഇവിടെ കിടന്ന് നിൽക്കുന്നു വെസ്റ്റ്. പിന്നെ എന്തിനും നമ്മളിനി പേടിക്കണം? ഓക്കെ ഗെയ്സ്, നമ്മൾ ഇവിടുന്നും കൂടെ ടോക്കൺ എടുത്ത് 900 ടോക്കൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സോളോ കളിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ സൂസി ക്യാരക്ടർ ഓഫ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. സാധാരണ ഞാൻ സ്ക്വാഡാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനാണ് സോൺ പുഷ് ചെയ്യുന്നത്. അതിപ്പോൾ ബംഗാളികളുടെ കൂടെ കളിച്ചാലും അല്ലാതെ കളിച്ചാലും ഞാൻ മിക്കപ്പോഴും സോൺ പുഷാണ് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ ഞാൻ കയറി കളിക്കുകയൊക്കെ ചെയ്യും ഗിൽഡ് മേസിൻ്റെ കൂടെയൊക്കെ കളിക്കുമ്പോൾ. അല്ലാത്തപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ കൂടെയൊക്കെ കളിക്കുന്ന സമയത്ത് ഞാൻ സോൺ പുഷാണ് ചെയ്യുക. ഗിൽഡ് മേറ്റ്സിൻ്റെ കൂടെ കളിക്കാൻ നേരം നമ്മളിങ്ങനെ വൈബടിച്ച് കളിക്കുകയാണ്. അതാണ് ആ ഒരു ടൈപ്പ് കളിയാണ് ഗെസ് എനിക്കിഷ്ടം. അങ്ങനെ കളിക്കാനാണ് ഇഷ്ടം. പിന്നെ നമ്മളൊരു പ്രോപ്പർ സോൺ പുഷർ ആയതുകൊണ്ട് തന്നെ നമ്മൾ സോൺ പുഷിങ് ചെയ്യും. മെയിനായിട്ട് നമ്മളൊരു സോൺ പുഷർ തന്നെയാണ് ഗെസ്. അപ്പോൾ ഇവിടെ ഒന്നും എനിമീസിനൊന്നും കാണുന്നില്ല. എടാ എലൈവ് 17 ആയിട്ടുണ്ട് കേട്ടോ. എലൈവ് 17 ആയിട്ടുണ്ട്. നമുക്ക് പോയിട്ട് നൈസായിട്ട് ആ എയർ ഡ്രോപ്പ് അങ്ങോട്ട് എടുത്താലോ? എയർ ഡ്രോപ്പ് എടുക്കാം ഗെസ്. നേരെ ഒന്ന് അവർ എയർ ഡ്രോപ്പ് എടുക്കാം. ഓക്കെ, എനിമീസൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. എടാ നമ്മുടെ പുറകിൽ ഏതോ ഒരു എനിമി അവിടെ ഒന്ന് ഫൈറ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു കവർ എടുത്തിട്ട് നിൽക്കാം. ഓക്കെ, എല്ലായിടത്തും എനിമിയാണ്. നമ്മൾ എയർ ഡ്രോപ്പ് എടുക്കുന്നത് കൊണ്ട് വേറെ എനിമീസൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ ഗായ്സ്, ഇവിടെ ഒന്നും എനിമീസിന് ദാണ്ടെ ഒരുത്തിന് ചാടി വരും. നിങ്ങളവനെ കണ്ടോ? അവിടെ ഒരുത്ത് ദാണ്ടെ വരുന്നു. 67, 90, 91. ഓക്കെ ഗെയ്സ്, ഇതാണ് AC80യുടെ പവർ ഗെയ്സ്. ഇതാണ് 3 അടി ഡെഡ്. എന്നെ ആരോ റൈഡിന് ഇട്ടു. നമ്മൾ ഇങ്ങനെയൊക്കെ വരാൻ നേരത്ത് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഒരു ഗ്ലൂ വാൾ ഇട്ട് അങ്ങോട്ട് ചെയ്യും. നിങ്ങൾ മൊത്തം അങ്ങോട്ട് കവർ ചെയ്യണം. ആരും നിങ്ങളുടെ ഗ്ലൂ വാളൊന്നും തീർന്നു പോകാനായിട്ടൊന്നും പോകണില്ല. മൊത്തം അങ്ങോട്ട് കവർ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാവാൻ പോകണില്ല. നിങ്ങളൊരു കവറെടുത്ത് നിൽക്കണം. അല്ലാതെ നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലൂ വാൾ തീരുമെന്ന് വിചാരിച്ച് നിന്നിട്ടൊരു കാര്യമില്ല. ഇപ്പോൾ ഈ കളി തീരാൻ പോകുന്ന സമയത്തൊക്കെ നിങ്ങളിങ്ങനെ ഗ്ലൂ വാളിന് ഇങ്ങനെ പിശുക്കി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവാനൊന്നും പോകണില്ല. ഓക്കെ, നമ്മൾ AC80ക്ക് പിന്നെ അടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അവിടെ M249X ഉണ്ട്, പക്ഷേ എനിക്ക് ആ ഗണ്ണ് വെച്ചിട്ട് വലിയൊരു പിടിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇത് വെച്ചിട്ട് തന്നെ പോവാം. നമുക്ക് ലോഞ്ച് പാഡ് വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് ചെല്ലാം. ഇവിടെ എനിമി ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നമുക്ക് എന്തായാലും മുകളിലോട്ട് ചെല്ലാം. എനിക്ക് ലാഗ് അടിക്കുന്നു. അയ്യോ എനിക്ക് ലാഗ് അടിക്കുന്നു. അയ്യോ നമുക്ക് താഴത്തോട്ട് വന്നിരിക്കാം കേസ്. ഓക്കെ, ഒരു റിപ്പയർ കിറ്റ് അടിക്കണം. റിപ്പയർ കിറ്റ് അടിച്ച് ദാണ്ടെ അവൻ ചാടി വരുന്നു. ഓക്കെ, യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. ട്രിപ്പിൾ ടേക്ക് ഡൗൺ. നമ്മളങ്ങനെ അവനെ എടുത്തിട്ടുണ്ട് ഗൈസ്. വി ഹാവ് ഡൺ ഇറ്റ്. അങ്ങനെ അവനെയും കൂടെ കില്ലെടുത്തതോടുകൂടി നമ്മളങ്ങനെ 3 കില്ലായിട്ടുണ്ട്. ഇനി എലൈവ് വെറും 9 ഗൈസ്. 9 എലൈവ്, അതിലൊരാൾ ഞാൻ. അപ്പോൾ ഇനി ബാക്കി 8 എലൈവേ ഉള്ളൂ. 8 പേരെ ഇനി ബാക്കിയുള്ളൂ. അവന്മാരെയും കൂടെ തീർത്ത് കഴിഞ്ഞാൽ ബൂയ ആർക്കാ. പിന്നെ ഇതൊരു ഡെയിലി മിഷൻ്റെയും കൂടെ മാച്ചാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുകൊണ്ട് ഈ കളി ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി മിഷൻ്റെ ബോണസും കൂടെ കിട്ടും. ഞാനിപ്പോൾ പണ്ടത്തെ പോലെ അങ്ങനെ പുഷ് ചെയ്യാറൊന്നുമില്ല. പുഷ് ചെയ്യാൻ വൈബ് ആവണമെന്നുണ്ടെങ്കിൽ സീസൺ തീരുന്നതിൻ്റെ ലാസ്റ്റ് വീക്ക് പുഷ് ചെയ്യണം മാസ്റ്റർ. അതാണൊരു വൈബ്. അങ്ങനെ പുഷ് ചെയ്യണം. അല്ലാതെ നമ്മളിങ്ങനെ സീസൺ തുടങ്ങുമ്പോൾ തന്നെ പുഷ് ചെയ്ത് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും കളിക്കാൻ. ഓക്കെ, അവിടെ ഒരു എനിമി. ഓക്കെ, അവനെയും തീർത്തിട്ടുണ്ട്. ഓക്കെ, ക്വാഡ്രാ ടേക്ക് ഡൗൺ. എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ കളിക്കാനായിട്ടൊന്നും പറ്റുന്നില്ല. എനിക്ക് ഒരു വൈബ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പണ്ടത്തെ പോലെ കളിക്കാത്തത്. പണ്ടായിരുന്നെങ്കിൽ കുത്തി ഇരുന്ന് കളിയായിരുന്നു. ഇപ്പം അങ്ങനത്തെ പോലെ ഈ കളിയൊന്നും ഇല്ല. പണ്ട് നമ്മൾ ഡെയിലി ഒരു 1 hour 1.5 hours നമ്മൾ ഇതിൻ്റെ അകത്തിരിക്കും. അത്രേ ഇരിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ വേറുള്ളവർ വെച്ച് നോക്കുമ്പോൾ അതൊരു ചെറിയ എമൗണ്ട് ആയിരിക്കും, പക്ഷേ എൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ എമൗണ്ടാണ്. പക്ഷേ ഇപ്പം ഞാൻ ഒരു കളി കളിക്കും, ഡെയിലി മിഷൻ കംപ്ലീറ്റ് ആക്കും, ഇറങ്ങിപ്പോവും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അതിപ്പോൾ BR ആയാലും ശരി, CS ആയാലും ശരി. ഞാനിപ്പോൾ ഗിൽഡിലെ ഗ്ലോറി പുഷ് ചെയ്യാനായിട്ടാണ് ഇതിൻ്റെ അകത്ത് കയറുന്നതെന്ന് പറയാം. കാര്യം എനിക്ക് പണ്ടത്തെ പോലെ ആ ഒരു ഇത് കിട്ടുന്നില്ലടാ ഗെയിം കളിക്കാനായിട്ട്. മടുക്കുന്നെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എനിക്കിത് ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഒരേ കാര്യം തന്നെ ഇങ്ങനെ കുറേ നാൾ ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കെന്തോ തോന്നുന്നു. മടുപ്പൊന്നും അതിനെ പറയാൻ പറ്റത്തില്ല. കാര്യം ഞാൻ ഗെയിം കളിക്കാൻ നേരത്ത് ഇപ്പോഴും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് മടുപ്പൊന്നൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് എന്തോ ഒരു ഹെവി ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുന്ന പോലെ
ഇതൊന്നും ഈ അച്ചീവ്മെൻറ്റ്സ് ഒന്നും കംപ്ലീറ്റ് ആക്കാനായിട്ടൊന്നും പറ്റുന്നില്ല. ഞാൻ വിചാരിക്കുന്ന പോലെയൊന്നും റാങ്ക് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഉള്ള വിഷമങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ 6 സീസണായിട്ട് ഞാൻ BRലും CS ലും മാസ്റ്റർ തന്നെയാണ്. അതിലെനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ അതല്ല, ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും കൂടെയൊക്കെ നേടണമെന്നുണ്ട് എനിക്ക്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. മൊത്തത്തിൽ എനിക്കിപ്പോൾ വയ്യാണ്ടായിട്ടിരിക്കുക. പണ്ടത്തെ പോലെ അങ്ങനെ ഗെയിം കളിക്കാനായിട്ടൊന്നും ഒരു മൂഡ് പോലും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഈ ശോചനീയാവസ്ഥ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ ഇത് ഗെയിം കളിക്കാം. ഓക്കെ, പെൻഡാ ടേക്ക് ഡൗൺ 5 പേരെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി 5 പേരും കൂടെ ഉണ്ട്. അവരെ കൊണ്ട് തീർത്ത് കഴിഞ്ഞാൽ കളി പൂയടിക്കുന്നത് ആരാ? നമ്മൾ തന്നെ. ഓക്കെ ഗെയ്സ്, അപ്പോൾ അതുകൊണ്ട് അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. നമുക്കെന്തായാലും ഇവിടെ വന്ന് കിടന്നിട്ട് ഇവിടുന്ന് ഈ ഒരു വെൻഡിങ് മെഷീനിൽ നിന്ന് വല്ല ലൂട്ട് വല്ലതും എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 5 എനിമീസും കൂടെ ഉള്ളൂ. അവന്മാരെ കൂടെ തീർത്ത് കഴിഞ്ഞാൽ ബൂയടിക്കാൻ പോകുന്നത് ആരാ? നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തന്നെയാണ് ഗീസ് ബൂയടിക്കാൻ പോകുന്നത്. നമുക്കിവിടെ ഒരു കവർ പിടിച്ച് നൈസ് പൊസിഷൻ പിടിച്ച് കളിക്കണം. അല്ലാതെ ഇങ്ങനെ ലാസ്റ്റ് തോന്നാം ഇനി ഇത്രയും പേരും കൂടെ ഉള്ളൂ, നമുക്ക് പോയി അടിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കരുത്. നമ്മളിങ്ങനെ അത്രയും നേരം പേഷ്യൻസ് വെച്ച് കളിച്ച പോലെ തന്നെ പേഷ്യൻസ് വെച്ചിട്ട് കളിക്കണം. ഞാനിപ്പോൾ ചെയ്യുന്നതുണ്ട്, കവർ പിടിച്ച് ഓരോരോ കവർ പിടിച്ച് അവരുടെ ഇത് മാക്സിമം അവരുടെ പേഷ്യൻസ് ലെവൽ നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അവന്മാരെ വെറുപ്പിക്കണ നമ്മൾ എഫ് ജിയിലിട്ട് വെറുപ്പിക്കുന്നുണ്ടോ. അവൻ അടുത്ത ഗ്ലൂ വാലിട്ട് ഈ ടൈമിൽ വേണം നമ്മൾ മെയിനായിട്ടും ചെയ്യേണ്ടത്. ഓക്കെ, അത്രയേ ഉള്ളൂ ഗൈസ്. അങ്ങനെ 6ാമത്തെ കില്ലും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി 3 എനിമീസേ ഉള്ളൂ. ഓക്കെ, അതൊരു നല്ല കാര്യം. അവിടെ ബൈക്കുണ്ട്, നമുക്ക് വേഗം പോയി ബൈക്ക് എടുക്കാം. ഇത് ഞാനിപ്പോൾ കാണിച്ചൊരു മണ്ടത്തരമാണ് കേട്ടോ. കാര്യം എനിക്ക് ബൈക്ക് എടുക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ബൈക്ക് എടുത്താണെങ്കിൽ ഇങ്ങനെ പുറകിലോട്ട് വളക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ആ ടൈമിൽ അവിടെ വലിയ എനിമീസും ഉണ്ടായിരുന്നു. എന്നെ സ്കോപ്പ് ഇട്ടടിച്ചാലാണെങ്കിൽ വരെ ഞാൻ ചത്തേനെ. പക്ഷേ എൻ്റെ ഒരു മിഷ ക്യാരക്ടർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ രക്ഷപ്പെട്ടേനെ. എന്തായാലും അതൊരു മിസ്റ്റേക്ക് തന്നെയാണ് ഞാനവിടെ കാണിച്ചത്. കാര്യം ഞാനവിടെ കവറൊന്നും നോക്കാതെയാണ് നേരെ ഒന്ന് ഒരു ബൈക്ക് എടുത്തുകൊണ്ട് വന്നത്. അതേപോലെ ഒന്നും ചെയ്യരുത് കേട്ടോ. ഓക്കെ, നമ്മളെന്തായാലും ഇവിടുന്ന് ഈ ഒരു ടോക്കൺ എടുക്കുന്നുണ്ട്. ടോക്കൺ എടുത്തിട്ടൊന്നും ഇപ്പോൾ ഒരു ഉപകാരമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ടോക്കൺ എനിക്കൊന്ന് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ടോക്കൺ കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഈ ആഴ്സണൽ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ടോക്കൺ വേണം, പിന്നെ അതല്ലാതെ വേറെ തന്നെ ടോക്കൺ വേണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂസി വെച്ച് കളിക്കുന്നത്. ഈ സോൺ പുഷ് ചെയ്യാൻ നേരത്ത് സൂസി വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ക്യാരക്ടർ സ്കില്ലാണ്. സോളോ കളിക്കാൻ നേരത്ത് ഞാൻ സൂസിക്ക് പകരം ഇടുന്നത് കൈറോസാണ് ഗൈസ്. കാര്യം കൈറോസ് ഇങ്ങനെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുമല്ലോ. ഓക്കെ ഗൈസ്, ഈ ഒരു എനിമി ഇവൻ മൂക്കങ്ങോട്ട് ഇവനല്ലേ ഏതോ ഇവളായിരുന്നു. എന്തായാലും അവളെ നമ്മൾ തീർത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ആഴ്സണൽ കീ. ഇനി എന്തിനാണോ എനിക്ക് ആഴ്സണൽ കീ? ഓക്കെ, എനിക്ക് ലൈക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എന്ത് ചെയ്യാനാ. ഓക്കെ, ഇനി ഒരു എനിമിയേയും കൂടെ ഉള്ളൂ. ഓക്കെ, ആ പില്ലറിൻ്റെ പുറകെ നിൽപ്പുണ്ട്. നിങ്ങളവനെ കണ്ടോ ഗൈസ്? ഓക്കെ, എന്തായാലും നമുക്ക് നേരെ ഒന്ന് ഫൈറ്റ് എടുക്കാം. അവന് ഇടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, അങ്ങനെ തീർക്ക്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ബൂയി അടിച്ചിട്ടുണ്ട് വിത്ത് 8 kills. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ബൂയി അടിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.